ഇത് 1.55 കൊടുക്കാം. 1.55 ലോൺ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്ക് ലാസ്റ്റ് 69 രൂപയാണെങ്കിൽ കൊടുക്കാം. 69,000. 2011 വേണ്ടി. 2011 ഡിസംബർ വരെ പേപ്പറുണ്ട്. ഡിസംബർ. ഓക്കെ. ഫൈനൽ റേറ്റ് ആണ് 85,000 രൂപ കൊടുക്കുക. എല്ലാം മീൻസ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ്. പിന്നെ എങ്ങനെ അപ്പോൾ അതിന്റെ പ്രൈസ്? 1.10 കൊടുക്കാം. 1.10. 2012 വണ്ടി. 12 വണ്ടി. ഓക്കെ. 1.75 കൊടുക്കാം. 1.75. എത്ര രൂപയുടെ ഫൈനാൻസ് ഫുൾ സ്കോർ ഉണ്ടെങ്കിൽ 1.75 ഫുൾ ലോൺ വരുന്നത്. 29 വരെ പേപ്പർ ഉണ്ട്. 85,000 രൂപ കൊടുക്കാം. 85,000 രൂപ. MBFI. AC എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില? 1.5 കൊടുക്കാം. 1.5. 1.45 കൊടുക്കാം. 1.45. 1.45. 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം പുതിയ പേപ്പർ ഉണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് JP കാർസിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ലോ ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഓൾട്ടോയുടെയും അതേപോലെ ഓമിനി അങ്ങനെ സാധാരണ ലോ ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷനാണ്. ലൊക്കേഷൻ പിന്നെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവള ഭാഗത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഒരു നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കിട്ടും. അപ്പം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജയപ്രസാദ് ഉണ്ട്. ചേട്ടാ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? അത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നെയ്യാറ്റിങ്കര അമരവള പഴയ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തോട്ട് മഞ്ചവളാം കാരക്കോണം റോഡിൽ അമ്പലം ജംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യാൻ ലോൺ 2013 കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ ആവശ്യം വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് നല്ല ബഡ്ജറ്റ് കാറുകളുണ്ട്. വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. കുറഞ്ഞ വണ്ടിയൊന്നും ഒരുപാട് പാടാണ്, കിട്ടുന്നില്ല വണ്ടികളൊന്നും. അതാണ് നമ്മൾ ചെറിയൊരു ഡിലേ വന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഓൾട്ടോ തുടങ്ങാം അല്ലേ? ഓൾട്ടോ എങ്ങനെ? ഇത് 2011 ഡിസംബർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് LX ആണ് വണ്ടി. LX ആണ്. AC പവർ സ്റ്റിയറിംഗ് ഇല്ല, AC മാത്രം വരുന്ന മോഡലാണ്. AC വർക്കിംഗ് ആണല്ലോ? AC ഒക്കെ വർക്കിംഗ് ആണ്. 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. അഡീഷൻ ചെയ്തിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെറിയ ഇതൊക്കെ ഉള്ളൂ. ബോഡിയിൽ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പെയിന്റിന്റെ ചെറിയ അതേ ഉള്ളൂ. ഇതിനകത്ത് 2 ഡോർ പവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിനെ കൊള്ളാം, കുഴപ്പമില്ല. ചെറിയൊരു പൊള്ളൽ കാര്യങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ശരി. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്ക് ലാസ്റ്റ് 69 രൂപയാണെങ്കിൽ കൊടുക്കാം. 69,000. വണ്ടി 2011 ഡിസംബർ വരെ പേപ്പറുണ്ട്. ഡിസംബർ 30 വരെ പേപ്പറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വർഷം അവസാനം ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെ ചേട്ടാ? ഓൾട്ടോ ഇത് 2009 മോഡലാണ്. 29 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഒന്ന് സർവീസ് ചെയ്താൽ മാറുന്ന കാര്യങ്ങളോ, ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മതി. ടയർ ബാക്കിൽ അവരുടെ ഫ്രണ്ട് പക്ഷേ പുത്തൻ ടയറുണ്ട്. നല്ല 2 പുത്തൻ ടയർ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് എല്ലാം പക്കയാണ്. പവർ സ്റ്റിയറിംഗ് എല്ലാം പക്കയാണ്. ഓക്കെ. അപ്പോൾ 2029 പേപ്പർ 29 പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കാം? ഫൈനലി 85,000 രൂപ കൊടുക്കാം. 85,000. 29 പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. ഓക്കെ. ഫൈനൽ റേറ്റ് ആണ് 85,000 രൂപ കൊടുക്കാം. എല്ലാം മീൻസ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ജബർസായിട്ട് അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ 2010 വണ്ടിയാണ്. 2030 ഡിസംബർ വരെ പേപ്പറുണ്ട്. VXI മോഡലാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. VXI ആണ്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ്. അതിപ്പോ എന്റെ പേരിൽ സെക്കൻഡ് ആയിരുന്നു. അവർ പേര് തരാത്തോണ്ട് അങ്ങനെ മാറി അങ്ങനെ 3rd ഓണർഷിപ്പ് ആയത്. ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. കിലോമീറ്റർ 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 79,000. ടയറൊക്കെ നല്ല ടയറുകളാണ്. ബോഡിയും കുഴപ്പമില്ല, നീറ്റ് ആയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ജസ്റ്റ് വാഷ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. നല്ല ബമ്പർ ചെറിയ മൈനൂർ സ്ക്രാച്ച്, വേറെ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, നല്ല വണ്ടി. എങ്ങനെ കേട്ടൻ്റെ വില? ഇത് 1.55 കൊടുക്കാം. 1.55. ലോൺ കയറില്ലല്ലോ? ലോൺ കയറില്ല. 2010 വണ്ടി, ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ് 10 ഡിസംബർ വണ്ടിയാണ്. VXI വേരിയന്റ് ആണ്. ചേട്ടാ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ എങ്ങനെയാ? 2011 വണ്ടിയാണ്. ഓക്കെ. പുതിയ ടെസ്റ്റാണ്, ഇന്നലെ ടെസ്റ്റ് നടത്തിയത്. അപ്പം 5 വർഷം പുതിയ പേപ്പർ ഉണ്ട്. 2011 ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. ഓൾട്ടോ കേട്ടൻ LXI ആണോ? LXI ആണ്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ടയർ ഫ്രണ്ട് ആവറേജ് ആണ് കേട്ടോ. ടയർ കൊള്ളാം, നല്ല ടയർ ഉണ്ട്. വേറെ ഉണ്ട്. ടയർ മാറ്റി കൊടുക്കുക. ഒരു ടയർ. ബാക്കി 3 ടയർ കൊള്ളാം, ഒരു ടയർ മോശം. അത് സ്റ്റെപ്പിനെയാണ്. ടയർ നല്ല ടയർ കിടപ്പുണ്ട്. ബാക്കി ടയർ കൊള്ളാം, എല്ലാ ടയറും കൊള്ളാം. ആ ഒരെണ്ണം മോശമുള്ളൂ. അത് സ്റ്റെപ്പിനെയാണ്. അത് മാറ്റി കൊടുക്കുക. സീറ്ററൊക്കെ പുത്തൻ സീറ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റുകാരാണ്. വൃത്തിയായിട്ടുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് പവറിന്റെ വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. LXI ഓൾട്ടോ കേട്ടൻ 5 വർഷം പേപ്പർ. പുതിയ പേപ്പർ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ ടെസ്റ്റ്.
വേറെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, പക്ക വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് തേർഡ് ഓണർഷിപ്പാണ് വണ്ടി. എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ? 1,45 കൊടുക്കാം. 1,45. 1,45. 5 വർഷം പേപ്പറുണ്ട്. 5 വർഷം പുതിയ പേപ്പറുണ്ട്. അപ്പോൾ ചേട്ടാ അടുത്ത വണ്ടി ഒമിനി. 2012 മോഡലാണ്. 12 ഒമിനിയാണ്. കാർബറേറ്ററാണ് വണ്ടി. കാർബറേറ്റർ ആണല്ലേ? കാർബറേറ്ററാണ്. പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 12 കാർബറേറ്റർ വണ്ടിയാണ്. ഓക്കെ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ആണല്ലേ? 5 സീറ്റാണ്. നല്ല പ്ലാറ്റ്ഫോം ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഒറിജിനൽ എല്ലാ പേസ്റ്റിംഗ് എല്ലാം അതേപോലെ കമ്പനി പേസ്റ്റിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 2012 ഒമിനി. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ നല്ല പക്ക എഞ്ചിനാണ്. നല്ല എഞ്ചിനാണ്. ഓക്കെ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പാണ്. ഓക്കെ. ഒമിനി 2012 വർഷം കാർബറേറ്ററാണ്. കാർബറേറ്ററാണ്. അതായത് പിന്നെ എങ്ങനെയാ അതിന്റെ പ്രൈസ്? 1,10 കൊടുക്കുക. 1,10. 2012 വണ്ടി. 12 വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി ഇയോൺ. 2013 ആണ്. 13 എറ പ്ലസ് ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്ററോ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് വണ്ടി. എറ പ്ലസ് ആണല്ലേ? എറ പ്ലസ് ആണ്. കമ്പനി സർവീസ് ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഫ്രണ്ട് പുത്തൻ ടയർ ഉണ്ടല്ലേ? ടയർ 90% ടയർ ഉണ്ട്. അത്യാവശ്യം ബാക്കിൽ ഓടാനുണ്ട്, കുഴപ്പമില്ല. സീറ്റ് കമ്പനി സർവീസ് വണ്ടിയാണ്. സീറ്റ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. അപ്പം ഹ്യുണ്ടായി ഇയോൺ വേറെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ല? കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ 77,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുള്ളി കമ്പനി സർവീസ്? ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. 1.5 ലക്ഷം രൂപ ലോണും കയറും. അപ്പോൾ വില എത്ര വരുന്നത്? 1,45 ആണ്. 1,45. 1.5 ലക്ഷം ലോൺ കയറും. 1.5 ലക്ഷം ലോൺ കയറും. അപ്പോൾ അടുത്ത വണ്ടി ഒമിനി. 2007 മോഡലാണ് വണ്ടി. ഓക്കെ. MBFI ആണ്. 29 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. 2 വർഷം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്തപ്പം? ടെസ്റ്റ് ഡിലേ ഉണ്ടായിരുന്നല്ലേ? 29 വരെ പേപ്പർ ഉണ്ട്. വലിയ മീഡിയം ക്വാളിറ്റി വണ്ടിയാണ്. ആവറേജ് വണ്ടിയാണ്. ആവറേജ്. എഞ്ചിനും മെക്കാനിക്കും ഒക്കെ പക്കയാണ്. പക്ഷെ ബോഡി പാച്ച് വർക്കും ഒന്നുമില്ല. ചെറിയ ഇതൊക്കെ ഉള്ളൂ. ഈ സാധനങ്ങൾ അടിക്കാനൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിക്കാം. വണ്ടി എഞ്ചിനും മെക്കാനിക്കൊക്കെ പക്ക വണ്ടിയാണ്. പാച്ച് വർക്കും ഒന്നുമില്ല. ആവറേജ്. പെയിന്റിന്റെ ചെറിയൊരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. 29 വരെ പേപ്പർ ഉണ്ട്. 75,000 രൂപ കൊടുക്കുക. MBFI. ടാക്സും ടെസ്റ്റും എല്ലാം 29 വരെ ഉണ്ട്. ചേട്ടാ അടുത്ത വണ്ടി ഓൾട്ടോ. 2011 മോഡൽ വണ്ടിയാണ്. 10ാം മാസമാണ് ടെസ്റ്റ് വരുന്നത്. 10ാം മാസം. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 89,000 സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല പുത്തൻ ടയറും ഉണ്ട്. പുത്തൻ ടയറും ഉണ്ടല്ലേ? 4 ടയറും പുത്തൻ ടയറാണ്. ശരിയാണല്ലോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്ക്രാച്ച് ടച്ച് ആൻഡ് പോളിഷിന്റെ ആവശ്യമുണ്ടല്ലോ ചേട്ടാ? ഇല്ല. ടച്ച് അങ്ങനെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ഡോർ മാത്രം. ഡോർ മാത്രം. വേറെ ഒന്നുമില്ല. ഈ സൈഡ് ചെറിയൊരു അത് മാത്രമേ ഉള്ളൂ. വേറെ അത്രയും മാത്രമേ ഉള്ളൂ. ടച്ച് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ടച്ച് മതി. അതേ ഉള്ളൂ. ടച്ചപ്പ് നടത്തിയാൽ മതി. ഈ സൈഡിലൊന്നും കുഴപ്പമില്ല. വേറെ ഒരു ഇതുമില്ല. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാനില്ല. പിന്നെ വേണമെങ്കിൽ വൃത്തിയാക്കണേ ഫുൾ പെയിന്റ് അടിക്കാം. ആ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഡെന്റ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ചേട്ടാ? എഞ്ചിൻ നല്ല പക്ക എഞ്ചിനാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില? 1,5. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ. 2011 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ് വണ്ടി. ഫുൾ കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. 4 പുത്തൻ ടയറുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. എല്ലാം വർക്കിംഗ് ആണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വാഷ് വൃത്തിയാക്കിയാൽ മതി. എല്ലാം വർക്കിംഗ് ആണ്. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതെങ്ങനെ അതിന്റെ പ്രൈസ്? ഇത് 1,10 കൊടുക്കാം. 1,10. മോഡൽ 2011 ഡിസംബർ വണ്ടിയാണ്. വാഗണർ 2009 മോഡലാണ്. 29 വരെ പേപ്പർ ഉണ്ട്. LXI ആണ് വേരിയന്റ്. അഡീഷണൽ അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷനും കുഴപ്പമില്ല. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. ബ്ലാക്ക് കളർ. ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്ത് വൃത്തിയാവില്ല. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC മാത്രമാണ് വരുന്നത്. പവർ വിൻഡോ വരില്ല. LXI ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ലല്ലോ? പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ പക്ക. 4 സിലിണ്ടർ ആണ് വണ്ടിയല്ലേ? 4 സിലിണ്ടർ. ഇതെങ്ങനെ പ്രൈസ്? ഇത് 1,15 കൊടുക്കും. 1,15. 4 വർഷം പേപ്പർ ഉണ്ടല്ലേ? 4 വർഷം പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ. 2014 മോഡലാണ്.
14 ഓട്ടോ 14 ഓട്ടോക്കെ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുള്ളൂ? കമ്പനി സർവീസ് ആണ്, പുറത്താണ്? കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ട് 2 ടയർ മോശമാണ്, അത് വേറെ കൊടുക്കാല്ലേ. ബാക്കിൽ കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 72,000 കിലോമീറ്റർ. സീറ്റ് കവർ ഉണ്ട്, ചെറിയ ഡാമേജ് ആണ്. AC എല്ലാം വർക്കിംഗ് ആണോ? AC ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ബോൾട്ടോ കേട്ടൻ LXi 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 175 ആണെങ്കിൽ കൊടുക്കാം. 175. എത്ര രൂപയുടെ ഫൈനാൻസ്? ഫുൾ സ്കോർ ഉണ്ടെങ്കിൽ 175 കയറും. ഫുൾ ലോൺ കയറും. എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതിന് വേണ്ടിയിട്ട് വരേണ്ട കുറച്ച് പൈസ കയ്യിലുണ്ടായിരിക്കണം. ഡൗൺ പേയ്മെന്റ് ചെറുതായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ശരി. ജബർസാർ, അടുത്ത വണ്ടി ഓൾട്ടോ 2011 വണ്ടിയാണ്. 11ാം മാസം വണ്ടിയാണ്. 2011 മാസമാണ്. 11ാം മാസം ടെസ്റ്റ് വരും. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 81,000 ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ബോഡി വലിയ കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് ഒക്കെ മങ്ങലൊക്കെ മാറ്റിയാൽ മതി. ഒന്നും ചെയ്യാനില്ല. ടെസ്റ്റ് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്താൻ പറ്റും. വേറെ ഒന്നും ചെയ്യണ്ട. ഡെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. 81,000 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 115 ആണെങ്കിൽ കൊടുക്കാം. 115. ഓക്കെ ചേട്ടാ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.